കാച്ചി ഒരു കപ്പ് പാലിലേക്ക് ചിക്കൻ്റെ പീസസ് ഇതുപോലൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഇതുപോലെ ഇടണ്ടേ, കുറച്ച് പതിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കാച്ചി ഒരു കപ്പ് പാലിലേക്ക് 3/4 കിലോയോളം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ശേഷം മൂടി തുറന്ന ചിക്കൻ പീസസ് എല്ലാം എടുത്ത് മാറ്റി ഇനി അതേ പാലിലേക്ക് 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വീതം ചെറിയ ജീരകം പൊടിച്ചതും മഞ്ഞപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. പാനിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റായി വരുമ്പോൾ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസും ചേർത്ത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുത്ത് 2ആയി മുറിച്ച് 2 തക്കാളിയും ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് തക്കാളിയുടെ തോലെല്ലാം ഇതുപോലൊന്ന് പ്ലക്ക് ചെയ്തെടുത്ത് തക്കാളിയെല്ലാം തവി വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് മസാല മിക്സ് ചെയ്ത് വെച്ച പാലും ഒഴിച്ചു കൊടുത്ത് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് ഗ്രേവിയൊക്കെ കുറുകി നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് ഈ ഒരു പരുവമാകുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്താൽ മലായി ചിക്കൻ കറാഹി മസാല റെഡി. ചപ്പാത്തി, റൊട്ടി, നാൻ, അപ്പം, ഇടിയപ്പം, പൊറോട്ട, ഗീ റൈസ് ഇതിനൊപ്പം എല്ലാം നമ്മുടെ ഈ ചിക്കൻ കറി സെറ്റാട്ടോ. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.